CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലവിലിപ്പോൾ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകരുടെ പൊങ്കാല ഏറ്റുവാങ്ങാനായിക്കൊണ്ട് മുംബൈ സിറ്റി താരമായ പെരേര ഡേയ്സ് ബ്ലാസ്റ്റേഴ്സിനെതിരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ അടുത്ത് ലൂണക്ക് പകരമായി കൊണ്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഫെഡോർ സെർണിച്ച് എന്ന താരം ലിത്വാനിയൻ ഫുട്ബോൾ ഓഫ് ദ ഇയർ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുൻ സ്പാനിഷ് താരമായ അൽവാരോ വാസ്കസ് പുതിയൊരു ക്ലബിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുൻ താരവും നിലവിലെ മുംബൈ സിറ്റി എഫ്സിയിലെ സൂപ്പർ താരവുമായ ജോർജ് പെരേര ഡേയ്സ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കളിയാക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി മുൻപ് കളിച്ച ഒരു താരങ്ങൾ പോലും നിലവിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പോൾ ഗോൾ അടിച്ചാൽ വലിയ സെലിബ്രേഷൻ ഒന്നും ഇടാറില്ല. പക്ഷേ അർജന്റീനക്കാരനായ പെരേര ഡേയ്സ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ വലിയ രീതിയിലുള്ള സെലിബ്രേഷൻ നടത്താറുള്ളതും കൂടാതെ ബ്ലാസ്റ്റേഴ്സിനെതിരെ മോശമായ രീതിയിൽ പറയാറുള്ളതും. ഏതായാലും നിലവിലിപ്പോൾ താരത്തിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ താരം ബ്ലാസ്റ്റേഴ്സിനെ കളിയാക്കുന്ന രീതിയിലാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ലീഗ് ഷീൽഡിന്റെ നിറം എന്താണ് എന്നാണ് ഡേയ്സ് ബ്ലാസ്റ്റേഴ്സിനെ കളിയാക്കുന്ന രീതിയിൽ ഇന്റർവ്യൂവിൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. താരത്തിന്റെ ഈ ഒരു വാക്കിലൂടെ വ്യക്തമാവുന്നത് ഇതുവരെ ISL കിരീടം നേടാൻ സാധിക്കാത്ത ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എന്നാണ്. കാലം ഇത്രയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഒരു ലീഗ് ഷീൽഡ് പോലും നേടാൻ സാധിക്കാത്തതിന്റെ ഒരു വേർതിരിവാണ് ഇപ്പോൾ ഡേയ്സ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിട്ടതിനു ശേഷം പെരേര ഡേയ്സ് മുംബൈ സിറ്റിയിൽ നിന്നും ഒരു ലീഗ് ഷീൽഡ് നേടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ലീഗ് ഷീൽഡിന്റെ നിറം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഡേയ്സ് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും ഇന്റർവ്യൂവിൽ പെരേര ഡേയ്സ് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു വാക്കുകൾ പറഞ്ഞതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വാർത്ത എന്നത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ലൂണക്ക് പകരമായി കൊണ്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ഫെഡോർ സെർണിച്ച് എന്ന താരത്തെ കുറിച്ചാണ്. പരിക്ക് ബാധിച്ചുകൊണ്ട് പുറത്തേക്ക് പോയ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ അഡ്രിയ ലൂണക്ക് പകരമായി കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ച ഒരു താരമായിരുന്നു ഫെഡോർ സെർണിച്ച് എന്ന ഈ ഒരു താരം. പക്ഷേ ഈ ഒരു താരം ചില്ലറക്കാരനല്ല എന്ന് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായതാണ്. കാരണം താരം ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്ത ഉടനെ തന്നെ താരത്തിന്റെ കുറച്ച് സ്കില്ലുകളും ഗോളുകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ലിത്വാനിയൻ ദേശീയ ടീമിന് വേണ്ടി പന്ത് തട്ടിയ ഈ ഒരു താരത്തിന് ഒരുപാട് പൊസിഷനുകളിൽ കളിക്കാൻ കഴിവുമുണ്ട്. നിലവിൽ ഏതായാലും ഇപ്പോൾ ലിത്വാനിയൻ ഫുട്ബോൾ ഓഫ് ദ ഇയറിന്റെ ഒരു ലിസ്റ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ അതിശയം എന്താണ് എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ അടുത്ത് സ്വന്തമാക്കിയ ഫെഡോർ സെർണിച്ചും ഈ ഒരു ലിസ്റ്റിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നതും ഫെഡോർ സെർണിച്ചിനെ തന്നെയാണ്. ഏതായാലും ഫെഡോർ സെർണിച്ച് എന്ന ഈ ഒരു താരം ലിത്വാനിയൻ ഫുട്ബോൾ ഓഫ് ദ ഇയർ ആയി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് കടക്കാം. അടുത്തൊരു വാർത്ത എന്നത് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി ഒരുപാട് മത്സരങ്ങളിൽ പന്ത് തട്ടിയിട്ടുണ്ടായിരുന്ന സഹൽ അബ്ദുസമദിനെ കുറിച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ഒരുപാട് മത്സരങ്ങൾ കളിച്ച സഹൽ അബ്ദുസമദ് ഈ ഒരു സീസണിലായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിലേക്ക് കൂടുമാറിയിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് മോഹൻ ബഗാനിൽ നിന്നും പ്രീതം കോട്ടാൽ എന്ന താരത്തെ സ്വന്തമാക്കേണ്ടത് കൊണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് സഹലിനെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും നിലവിൽ സഹൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് വേണ്ടിയിട്ട് ഈ ഒരു 10ാം സീസണിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ താരത്തിന് കുറച്ച് മത്സരങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ഒരു പരിക്ക് പറ്റുകയും അതിനെ തുടർന്നുകൊണ്ട് താരം ബെഞ്ചിലിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ഏതായാലും നിലവിൽ സഹലിനെ കുറിച്ചുകൊണ്ട് ഒരു റൂമർ സ്പ്രെഡ് ആവുന്നുണ്ട്. സഹൽ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഒരു റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു റൂമർ മാത്രം ആയതുകൊണ്ട് നമുക്ക് ഇത് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുകയില്ല. ഏതായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വീണ്ടും സഹൽ വരണോ അല്ലെങ്കിൽ വരണ്ടയോ എന്നുള്ളതിനെ കുറിച്ചെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വാർത്ത എന്നത് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്പാനിഷ് താരമായ അൽവാരോ വാസ്കസിനെ കുറിച്ചാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുൻ സ്പാനിഷ് താരമായ അൽവാരോ വാസ്കസ് ഏറെ നീണ്ട ട്രാൻസ്ഫർ റൂമറുകൾക്കൊടുവിൽ തന്റെ പുതിയ ക്ലബിൽ ചേർന്നിരിക്കുകയാണ്. 32 വയസ്സ് മാത്രം പ്രായം വരുന്ന ഈ ഒരു മുന്നേറ്റ താരം ഒരു സ്പാനിഷ് ക്ലബിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. സ്പെയിനിലെ പ്രീമിയർ ഡിവിഷൻ ലീഗിലെ സെക്കൻഡ് ഗ്രേഡ് ക്ലബ് ആയിട്ടുള്ള ലിനാറസിലേക്കാണ് അൽവാരോ വാസ്കസ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ഫ്രീ ഏജന്റായി ചേക്കേറിയിരിക്കുന്നത്. 2023 മുതൽ തന്നെ സ്പാനിഷ് ക്ലബിന് വേണ്ടിയായിരുന്നു അൽവാരോ വാസ്കസ് പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ 2021
2022 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി ബൂട്ട് കെട്ടിയ അൽവാരോ വാസ്കസ് 23 മത്സരങ്ങളിൽ നിന്നും 8 ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് FC ഗോവയ്ക്ക് വേണ്ടി കളിച്ച അൽവാരോ വാസ്കസിന് 17 മത്സരങ്ങളിൽ നിന്നും 1 ഗോൾ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ISL-നെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.